ഫ്രണ്ട്സ് ക്രിപ്കോയുടെ പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല സാലറിയും ഒട്ടനവധി അലവൻസൊക്കെ ഉള്ള പോസ്റ്റാണ്. അതായത് നമുക്ക് മന്ത്ലി 1 lakhന് മുകളിലൊക്കെ സാലറി പ്രതീക്ഷിക്കാവുന്ന അല്ലെങ്കിൽ കിട്ടാവുന്ന വേക്കൻസികളാണ്. അതിൻ്റെ CTC ഒക്കെ വരുന്നത് 16 lakhൻ്റെ മുകളിലൊക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണുക. അപ്പോൾ നിങ്ങൾക്കറിയാം സാലറി കൂടുമ്പോൾ തന്നെ അതിൻ്റേതായിട്ടുള്ള രീതിയിലുള്ള കുറേ ക്രൈറ്റീരിയ കാര്യങ്ങളുണ്ട്. അതൊക്കെ നിങ്ങൾ എലിജിബിൾ ആണോ നോക്കുക. എന്നിട്ട് എലിജിബിൾ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക. ഇനി അതല്ല നിങ്ങളുടെ പഠിക്കുന്ന വിദ്യാർത്ഥികളൊക്കെ നിങ്ങൾക്ക് അറിയുന്നത് നിങ്ങളുടെ വീട്ടുകാരോ കുടുംബക്കാരുണ്ട്, അവരിലേക്കൊക്കെ അയച്ചു കൊടുക്കുക. കാരണം ഇതൊക്കെ നമ്മൾ പഠിക്കുന്ന സമയത്ത് തന്നെ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പല രീതിയിലും നമ്മളൊരു കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോഴും നമ്മൾ ഏത് സ്ഥാപനത്തിൽ നമ്മൾ പഠിക്കണം എന്നൊക്കെ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിനൊക്കെ അനുസരിച്ചിട്ടാണ് നമുക്ക് ജോലിയുടെയും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ഓരോ ചാൻസുകളും കാര്യങ്ങളും ഒക്കെ വരുന്നത്. അപ്പോൾ നമ്മൾ നിങ്ങളുടെ കൂട്ടുകാരുണ്ട് മാക്സിമം നിങ്ങൾ അതൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതിനായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലേക്ക് എനേബിൾ ചെയ്ത് വെക്കുക. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ നോട്ടിഫിക്കേഷനും ലഭിക്കുന്നതിനും അപ്ലൈ ചെയ്യുന്നതിനുമായിട്ട് നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അപ്ലൈ എന്ന് പറഞ്ഞ ലിങ്ക് കൊടുത്തിട്ടുണ്ടാകും. ആ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ വെബ്സൈറ്റിലേക്കാണ് വരിക. നിങ്ങൾക്ക് ജിയോസി ലജുലാൻഡിൻ്റെ ഹോം പേജിലാണ് നിങ്ങൾ വരിക. ഈ ഹോം പേജിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം EC2 എടുത്ത് ജോബ് അപ്ഡേറ്റ്സ് കമ്മ്യൂണിറ്റി. ഈ ജോബ് അപ്ഡേറ്റ്സ് കമ്മ്യൂണിറ്റിയിലും നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ ജോയിൻ ചെയ്യാൻ പറ്റും. ചെറിയൊരു സർവീസ് ചാർജ് ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ആ ഡെയിലി ജോബ് അപ്ഡേറ്റ്സ്, അതായത് നിങ്ങൾക്ക് പ്രൈവറ്റ് ജോബ്സ്, പ്രധാനമായിട്ടും വർക്ക് ഫ്രം ഹോം ജോബ്സ്, എയർപോർട്ട് ജോബ്സ് പോലെയുള്ള പല കാറ്റഗറി, നിങ്ങൾക്ക് 10ാം ക്ലാസ് മുതൽ PG വരെയുള്ള വിവിധ കാറ്റഗറിയുള്ള ജോബ്സ് നമ്മളിങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും വേക്കൻസി വരുന്നതിനനുസരിച്ച്. അപ്പോൾ നമ്മുടെ കേരളത്തിലും മറ്റും പുറത്തായിട്ടുള്ള പ്രൈവറ്റ് മേഖലയിലുള്ള വലിയ കമ്പനികളുടെ ഒക്കെ വേക്കൻസികൾ ഇതിൽ ലിസ്റ്റ് ചെയ്യും. ഇനി അത് മാത്രമല്ല, ഇതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ടെലഗ്രാം ഗ്രൂപ്പ് ഉണ്ട്, അതിൽ ജോയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിലിപ്പോൾ ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ 6 മാസത്തേക്കാണ് ഇതിൻ്റെ വാലിഡിറ്റി ഉണ്ടാകുക. അപ്പോൾ 6 മാസം കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ താല്പര്യം ഉണ്ടെങ്കിൽ പിന്നെ പുതുക്കിയാൽ മതി. അപ്പോൾ ഇതിൽ ഓരോ മന്ത് വൈസ് വേക്കൻസി കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ഇതിൽ ലിസ്റ്റ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ നേരെ നമുക്ക് എന്ത് ചെയ്യാം, നോട്ടിഫിക്കേഷൻ്റെ കാര്യത്തിലേക്ക് തന്നെ വരാം. അപ്പോൾ നമ്മൾ താഴോട്ട് എന്ത് ചെയ്യാം, ഇങ്ങനെ സ്ക്രോൾ ഡൗൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം ലേറ്റസ്റ്റ് ജോബ്സ്, അങ്ങനെ ഓരോ കോളംസ് ആണ്. ഈ ലേറ്റസ്റ്റ് ജോബ്സിൽ നിങ്ങൾക്ക് കാണാം ക്രിപ്കോ റിക്രൂട്ട്മെൻറ്റ് 2025 കാണാം. ഇനി ഇതിവിടെ കണ്ടിട്ടില്ല, ഇവിടെ താഴെ എവിടെയെങ്കിലും ഉണ്ടാവും 5 പോസ്റ്റ് ഇവിടെ നിൽക്കുള്ളത്. കഴിഞ്ഞാൽ ഇവിടെ റീഡ് മോർ എന്നുള്ള ക്ലിക്ക് ചെയ്യണം. ഓക്കെ, അതിൽ നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റും. ഇനി ഇവിടെ എവിടെയും കണ്ടിട്ടില്ല, നിങ്ങൾക്ക് ഇവിടെ ഈസി ആയിട്ട് ഇവിടെ ക്രിപ്കോ എന്ന് അടിച്ചു കൊടുത്താലും പോസ്റ്റ് വരും. അപ്പോൾ ഇവിടെ ഇതവിടെ ക്രിപ്കോ റിക്രൂട്ട്മെൻറ്റ് എന്നുള്ളത് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ പോസ്റ്റ് ഓപ്പൺ ആയി വരും. താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്യുക നിങ്ങൾ. ഓക്കെ, കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ അതിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നോട്ടിഫിക്കേഷൻ എന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക എന്നുള്ള ഓപ്പൺ ആക്കുക. നമ്മൾ നോട്ടിഫിക്കേഷൻ എന്നുള്ളത് എന്ത് ചെയ്യുക, ഇവിടെ ക്ലിക്ക് ചെയ്യാം. അങ്ങനെ നമ്മൾ നോട്ടിഫിക്കേഷൻ എന്നുള്ള ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ക്രിപ്കോയുടെ കരിയർ അതിൻ്റെ റിക്രൂട്ട്മെൻറ്റ് പോർട്ടലിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. കൂടെ കാണാൻ പറ്റും. ഇവിടെ താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്യുന്ന സമയത്തും കൂടെ കാണാം 4 നോട്ടിഫിക്കേഷനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ PDF നമുക്ക് അവൈലബിൾ അല്ല, ഇത് കറക്റ്റ് ഓരോ ലിങ്കുകളായിട്ടാണ് പ്രവർത്തിക്കുന്നത്. കൂടെ കാണാം വേക്കൻസി ഫോർ ദ പോസ്റ്റ് ഓഫ് ഗ്രാജുവേറ്റ് എഞ്ചിനീയർ ട്രെയിനി 2025. അടുത്തത് വേക്കൻസി ഫോർ ദ പോസ്റ്റ് ഓഫ് ഫീൽഡ് റെപ്രസെൻറ്റേറ്റീവ് ട്രെയിനീസ് ആണ്. ഇതിന് അടുത്തത് വേക്കൻസി ഫോർ ദ പോസ്റ്റ് ഓഫ് സീനിയർ മാനേജർ ആണ്. ഇതിന് വേക്കൻസി ഫോർ ദ പോസ്റ്റ് ഓഫ് ജൂനിയർ അക്കൗണ്ട്സ് അസിസ്റ്റൻറ്റ്. ഇങ്ങനെ ഓരോരോ 4 നോട്ടിഫിക്കേഷനായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് ഡേറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ലാസ്റ്റ് ഡേറ്റ്, അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ഓരോന്നിനും വ്യത്യാസമാണ്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം, അതിലേക്ക് അപ്ലൈ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇവിടെ ഡേറ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. നമ്മുടെ ഗ്രാജുവേറ്റ് എഞ്ചിനീയർ ആണെങ്കിൽ നിങ്ങൾക്ക് ജൂൺ 17 വരെ അപ്ലൈ ചെയ്യാം. ഫീൽഡ് റെപ്രസെൻറ്റേറ്റീവ് ട്രെയിനി ആണെങ്കിൽ 26 വരെ അപ്ലൈ ചെയ്യാം ജൂണ്. ഇനി അതുപോലെ സീനിയർ മാനേജർ ആണെങ്കിൽ 20, ദെൻ അക്കൗണ്ട് അസിസ്റ്റൻ്റ് ആണെങ്കിൽ 30/5. ഇത് ഓൾറെഡി ഇപ്പോൾ നമ്മൾ കഴിഞ്ഞതാണ് കേട്ടോ. ശരിക്കും 30 എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ വീഡിയോ ചെയ്യുന്ന ദിവസമായി പോയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഡേറ്റ് കഴിഞ്ഞതാണ്. ഓക്കെ, ബാക്കിയുള്ളതിലൊക്കെ നിങ്ങൾക്ക് എന്താണ് ഇപ്പം നിലവിൽ അപ്ലൈ ചെയ്യാം. നമ്മൾ ആദ്യം എടുക്കുന്നത് ഗ്രാജുവേറ്റ് എഞ്ചിനീയർ ട്രെയിനി എന്ന് പറയുന്ന പോസ്റ്റാണ്. ജസ്റ്റ് അതൊന്ന് ഓപ്പൺ ആക്കി ഞാൻ കാണിക്കാം. ഇതാണ് ആ പോസ്റ്റ് നിങ്ങൾക്ക് കൂടെ കാണാൻ പറ്റും. അപ്പോൾ എന്താണ് ക്രിപ്കോ എന്നുള്ളതിനൊക്കെ ഷോർട്ടായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങൾക്ക് റീഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിലേക്ക് വിളിച്ചിരിക്കുന്നത് വെച്ചാൽ ഗ്രാജുവേറ്റ് എഞ്ചിനീയർ ട്രെയിനിയിൽ മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, കെമിക്കൽ ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ ഈ പറഞ്ഞിരിക്കുന്ന ഡിസിപ്ലിനിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് എലിജിബിലിറ്റി ക്രൈറ്റീരിയയിൽ കൂടെ കാണാം ഗേറ്റ് 2025 സ്കോർ കാർഡ് നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം എന്നുള്ളതാണ് ഒന്നാമതായിട്ട് അതിൻ്റെ റൂള്. അത് ഈ പറഞ്ഞിരിക്കുന്ന ഡിസിപ്ലിനിൽ ഗേറ്റ് നിങ്ങൾ വാലിഡ് ആയിട്ടുള്ള ഗേറ്റ് സ്കോർ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഇനി അതോടൊപ്പം തന്നെ BE or BTech ആണ് പറയുന്നത്. ജസ്റ്റ് ഒന്നെങ്കിൽ BE അല്ലെങ്കിൽ BTech ആണ് ഈ പറഞ്ഞിരിക്കുന്ന മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, കെമിക്കൽ ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഡിസിപ്ലിനിൽ നിങ്ങൾക്ക് എന്താണ് BE or BTech ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. ഇതിൽ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ 35 അപ്രൂവ്ഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. അപ്പം ഈ പറയുന്ന നമ്മൾ എവിടുന്നെങ്കിലും കോഴ്സ് കഴിഞ്ഞാൽ അതിലേക്ക് പറ്റില്ല. അതാണ് ഇതിൻ്റെ വലിയൊരു പ്രത്യേകത. അപ്പം അതിൽ തന്നെ 31 NITs ആണ്. ബാക്കി ഒരു 4 ഇൻസ്റ്റിറ്റ്യൂട്ട് അവർ പറയുന്നുണ്ട്. അത് ഏതാണെന്ന് അവർ ഇതിൽ മെൻഷൻ ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങൾ പഠിക്കുന്ന സ്ഥാപനത്തിൽ, കോളേജിൽ അന്വേഷിച്ച് നോക്കുക. കാരണം ഈ പറയുന്ന ക്രിപ്കോ അംഗീകൃത സ്ഥാപനമാണോ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണോ എന്നുള്ളത് ജസ്റ്റ് നിങ്ങൾ അന്വേഷിച്ച് നോക്കുക. വേറൊരു വഴി നമുക്കില്ല.
ഓക്കെ. അപ്പോൾ 35 എണ്ണത്തിൽ 31 എണ്ണം NITs ആണ്. അപ്പോൾ NITs നിന്ന് കഴിയുന്നവർക്ക് NITയിലൊക്കെ NITയിൽ നിന്ന് ഈ പറയുന്ന BRB.Tech കഴിഞ്ഞവർക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക. അതല്ലെങ്കിൽ അതിൻ്റെ പുറത്തൊരു 4 ഇൻസ്റ്റിറ്റ്യൂട്ട് അവർ അതിലേക്ക് എന്താണ് അപ്രൂവ്ഡ് ആയിട്ടുള്ള സ്ഥാപനങ്ങളുള്ളൂ. ബാക്കി ഏതെങ്കിലും സ്ഥാപനത്തിൽ നിന്ന് നിങ്ങളുടെ BRB.Tech കഴിഞ്ഞവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ എലിജിബിൾ അല്ല. ഇനി അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് BRB.Techൽ മിനിമം 65% മാർക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഇനി റിസൾട്ട് വെയിറ്റ് ചെയ്യുന്നവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. എന്നാൽ റിസൾട്ട് വെയിറ്റ് ചെയ്യുന്നവർ അവരുടെ 7ാമത്തെ സെമസ്റ്റർ വരെയുള്ള ടോട്ടൽ പെർസെൻറ്റേജ് 65% മിനിമം ഉണ്ടായിരിക്കണം, ഉറപ്പുവരുത്തേണ്ടതാണ്. ഇനി അതോടൊപ്പം തന്നെ 2025 പാസ് ഔട്ട് ആയവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി നിങ്ങൾ പാസിംഗ് ഔട്ട്, അതായത് 2025 നിങ്ങൾ കോഴ്സ് കഴിയും, ലാസ്റ്റ് വർഷം പഠിക്കുന്നവർക്കും എന്ത് ചെയ്യാൻ പറ്റും, ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അതല്ലാതെ 2024 2023 ഒന്നും കഴിഞ്ഞവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇവിടെ യാതൊരുവിധ നിങ്ങളുടെ കോഴ്സിൻ്റെ ഡ്യൂറേഷനിൽ യാതൊരുവിധ ഗ്യാപ്പോ അല്ലെങ്കിൽ ബാക്ക്ലോഗ്സ് ഒന്നും ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ റിസൾട്ട് വെയിറ്റ് ചെയ്യുന്നവർക്ക് അപ്ലൈ ചെയ്യാൻ ഇതിൽ പറയുന്നുണ്ട്. പിന്നെ 10ാം ക്ലാസ്സിലും +2ലും നമുക്ക് മിനിമം ഒരു 60% മാർക്ക് മിനിമം ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഏജ് ലിമിറ്റ് 31 മെയ് 2025 27 കഴിയാൻ പാടില്ല എന്നുള്ളതാണ്. ഓക്കെ. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് 1 ഇയർ ആണ് ഇതിൻ്റെ ട്രെയിനിങ്. നിങ്ങൾക്ക് പെർമനൻ്റ് ഔട്ടത് ഗ്രാജുവേറ്റ് എഞ്ചിനീയർ ട്രെയിനി. ഇതിലേക്ക് നിങ്ങൾക്ക് അവിടെ കാണാം, നിങ്ങൾക്ക് ഡ്യൂറിങ് ട്രെയിനിങ് പീരീഡിൽ നിങ്ങൾക്കിവിടെ കാണാം 55,000 to 1,30,000 എന്നുള്ള സ്കെയിലാണ്. അതിൽ നിങ്ങൾക്ക് 50,000 എന്നുള്ള അതിൻ്റെ ആ ഒരു ബേസിക് പേ ആണ് നിങ്ങൾക്ക് ലഭിക്കുക, പ്ലസ് അലവൻസും ഉണ്ടായിരിക്കും. അപ്പോൾ കമ്പനിക്ക് വരുന്ന CTC ഇവിടെ കാണാം 16.32 ലക്ഷം രൂപയാണ്. അപ്പോൾ 1 ലക്ഷത്തിന് മുകളിൽ നിങ്ങൾക്ക് ട്രെയിനിങ് സമയത്ത് തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്, നിങ്ങളുടെ സാലറിയും പ്ലസ് അലവൻസും കൂട്ടിയിട്ട്. ഇനി അതോടൊപ്പം തന്നെ നിങ്ങൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്താൽ നിങ്ങൾ സീനിയർ മാനേജറായിട്ടാണ്, ഈ ട്രെയിനിങ് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്താൽ സീനിയർ മാനേജറായിട്ടാണ് എടുക്കുന്നത്. അങ്ങനെ എടുക്കുമ്പോൾ ഈ സെയിം സ്കെയിലാണ് നിങ്ങൾ പ്ലേസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം CTC വരുന്ന 16.81 lakh ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 1 ലക്ഷത്തിന് മുകളിൽ നമുക്ക് സാലറി പ്രതീക്ഷിക്കാവുന്ന ജോബാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഒരു വേറെ ലെവലാണ് എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇതൊക്കെ നമ്മൾ മേ ബി എലിജിബിൾ ആയിരിക്കില്ല. നമ്മൾക്ക് അറിയുന്നവർക്ക്, നിങ്ങളുടെ വീട്ടിൽ പഠിക്കുന്നവരുണ്ടായിരിക്കാം, +2 കഴിഞ്ഞിട്ട് എന്ത് പഠിക്കണം നോക്കി നിൽക്കുന്നവരുണ്ടായിരിക്കാം. അപ്പോൾ ഇങ്ങനെയൊക്കെ റിക്രൂട്ട്മെൻറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഇതിലൊക്കെ നമുക്ക് അതിനനുസരിച്ച് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെയുള്ള വലിയ വലിയ സ്ഥാപനങ്ങളിലൊക്കെ നമുക്ക് കയറി പറ്റാം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി അതിൻ്റെ ജോബ് പ്രൊഫൈലും അതുപോലെ കരിയർ പ്രോഗ്രഷനും കാര്യങ്ങളൊക്കെ ഇതിൽ പറയുന്നുണ്ട്. ഒക്കെ ജസ്റ്റ് നിങ്ങൾക്ക് റീഡ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇവിടെ ഹൗ ടു അപ്ലൈ എന്നുള്ള നിങ്ങൾക്ക് കറക്റ്റ് അതിൻ്റെ ഗൈഡ് ലൈൻസ് നൽകും. ഇനി ആദ്യമായിട്ടാണ് നിങ്ങൾ വരുന്നതെങ്കിൽ ന്യൂ യൂസർ രജിസ്ട്രേഷൻ എന്നുള്ള ബട്ടൺ കാണാം. ഇനി മൊബൈൽ വ്യൂ ആണെങ്കിൽ ചെറിയ ചെറിയ വ്യത്യാസം ഉണ്ടാവും ഇതിൻ്റെ പൊസിഷൻ. അതുപോലെ ഓൾറെഡി നമ്മൾ രജിസ്റ്റർ ചെയ്ത രജിസ്റ്റേർഡ് യൂസർ എന്നുള്ളതുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് വരുന്നെങ്കിൽ ന്യൂ യൂസർ രജിസ്ട്രേഷൻ എന്നുള്ള ക്ലിക്ക് ചെയ്യുക. ഓക്കെ. ഇവിടെ പോസ്റ്റ് ബൈ ഡിഫോൾട്ടായിട്ട് ഇവിടെ കാണാം നിങ്ങൾക്ക് ഗ്രാജുവേറ്റ് എഞ്ചിനീയർ ട്രെയിനി. ബേസിക് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്ത് അങ്ങനെ രജിസ്റ്റർ ചെയ്ത് നിങ്ങൾ ഇതാക്കണം. അതിൻ്റെ സ്റ്റാർട്ടിംഗ് ഡേറ്റ് 27 മെയ് മുതൽ ജൂൺ 17 വരെ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഇവിടെ കംപ്ലീറ്റ് ചെയ്തു നമ്മൾ. ഇനി 2ാമത്തെ വേക്കൻസിയാണ് ഫീൽഡ് റെപ്രസെൻറ്റേറ്റീവ് ട്രെയിനി എന്ന് പറയുന്നത്. അപ്പോൾ അതൊന്ന് നമുക്ക് ഓപ്പൺ ആക്കാം. ഓക്കെ. അപ്പോൾ ഇതാണ് ആ ഒരു നോട്ടിഫിക്കേഷൻ. നിങ്ങൾക്ക് ഇവിടെ കാണാം ഫീൽഡ് റെപ്രസെൻറ്റേറ്റീവ് ട്രെയിനി. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം സ്റ്റാർട്ടിംഗ് ഡേറ്റ് മെയ് 26 ആണ്. മെയ് 26 മുതൽ ജൂൺ 26 വരെ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിൻ്റെ കുറച്ച് ഇൻസ്ട്രക്ഷനാണ്, ഫോട്ടോ, സിഗ്നേച്ചർ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഇതിലേക്ക് അപ്ലോഡ് ചെയ്യണം കേട്ടോ. അപ്പോൾ അതിനെക്കുറിച്ച് ആ കാര്യങ്ങൾ ജസ്റ്റ് നോക്കുക. നിങ്ങൾ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 30/4/2025 നിങ്ങൾക്ക് 23 കഴിയാൻ പാടില്ല എന്നുള്ളതാണ്. 23 വയസ്സിൻ്റെ ഉള്ളിലുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം. അതോടൊപ്പം തന്നെ ഫീ പേയ്മെൻറ്റ് കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഫീൽഡ് റെപ്രസെൻറ്റേറ്റീവിന് ഏകദേശം 500 രൂപ പ്ലസ് നിങ്ങൾക്ക് ട്രാൻസാക്ഷൻ ചാർജും പാടെ ഉണ്ടായിരിക്കുന്നതാണ്. നമ്മൾ ഫീ പേയ്മെൻറ്റ് ഉണ്ട് എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇനി അടുത്തത് ഇവിടെ വാക്കൻസീസ് എന്നുള്ളത് നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതിൽ വന്നിരിക്കുന്ന വാക്കൻസി കാണാം, ഫീൽഡ് റെപ്രസെൻറ്റേറ്റീവ് ട്രെയിനി. ഇനി അടുത്ത് നമ്മളിതിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഫുൾ ടൈം റെഗുലർ ഡിഗ്രിയാണ്, BSc അഗ്രികൾച്ചർ, BSc അഗ്രി 4 ഇയർ ഡിഗ്രി ആയിരിക്കണം കേട്ടോ കോഴ്സ്. മിനിമം 65% മാർക്ക് ഉണ്ടായിരിക്കണം, തുല്യമായുള്ള CGPA ഉണ്ടായിരിക്കണം. ഇവിടെ വേണം പാസിംഗ് ഔട്ട് 2 ഇയേഴ്സ്, അതായത് ഇവിടെ വ്യക്തമായിട്ട് മെൻഷൻ ചെയ്യേണ്ടത് 2023-24 2023-24 നിങ്ങൾ പാസ് ഔട്ട് ആയവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി നിങ്ങൾക്ക് ഏപ്രിൽ 30 മാക്സിമം പോലെ ഏപ്രിൽ 30 അതിൻ്റെ കട്ട് ഓഫ് പറയുന്നത്. ഏപ്രിൽ 30 2025 ഏപ്രിൽ 30 ശേഷം പാസ് ഔട്ട് ആവുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ 2023 പാസ് ഔട്ട് ആയിരിക്കും അപ്ലൈ ചെയ്യാം, 24 പാസ് ഔട്ട് ആയിരിക്കും അപ്ലൈ ചെയ്യാം. ദെൻ 2025 കാര്യം നോക്കുകയാണെങ്കിൽ ഏപ്രിൽ 30 ഉള്ളിൽ നിങ്ങളുടെ റിസൾട്ട് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി അപ്പർ ഏജ് ലിമിറ്റ് എന്ന് പറയുമ്പോൾ 23 വയസ്സാണ്. 30/4/2025 കണക്കാക്കി 23 വയസ്സ് വരെയുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി ലാംഗ്വേജ് എന്ന് പറയുന്നത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സ്റ്റേറ്റിലെ ആ ഒരു ലോക്കൽ റീജിയണൽ ലാംഗ്വേജ് നമുക്ക് അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഓൾ ഇന്ത്യ ബേസിൽ എല്ലാ സ്റ്റേറ്റിലും വാക്കൻസികൾ വരുന്നതാണ് ഇവർ പറയുന്നത് കേട്ടോ. അവിടെ കാണാൻ നിങ്ങൾക്ക് ലൊക്കേഷൻ എൻ്റയർ ഇന്ത്യ എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് കേരളത്തിലൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ്. മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. റോൾ ആൻഡ് റെസ്പോൺസിബിലിറ്റി ഒക്കെ ജസ്റ്റ് നിങ്ങൾക്ക് വായിച്ച് റീഡ് ചെയ്ത് മനസ്സിലാക്കാവുന്നതാണ് കേട്ടോ. താല്പര്യം ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇൻസ്റ്റയിലൊക്കെ കോൺടാക്ട്
കോൺടാക്ട് ചെയ്യാം. ഇനി ഹൗ ടു അപ്ലൈ എന്നുള്ളതിൽ നിങ്ങൾക്ക് ഇതിൻ്റെ രജിസ്ട്രേഷൻ സ്റ്റെപ്പ് കൂടെ കറക്റ്റായിട്ട് അതിൻ്റെ ഒരു ഫ്ലോ ചാർട്ട് കൊടുത്തിട്ടുണ്ട്. പ്രൈമറി രജിസ്ട്രേഷൻ, ലോഗിന്, ഫിൽ അപ്ലിക്കേഷൻ, അതുപോലെ ഫീ പേയ്മെൻറ്റ്, ഫോട്ടോ സിഗ്നേച്ചർ, ദെൻ ഫൈനൽ സബ്മിഷൻ, ഇങ്ങനെയാണ് വരുന്നത്. കൂടുതൽ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വായിച്ച് നോക്കാനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട്. ഫ്രീക്വൻലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, ടെക്നിക്കൽ ഹെൽപ്പ് ഡെസ്ക് ഉണ്ട്, ഒക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ, ഫീൽഡ് റെപ്രസെൻറ്റേറ്റീവ് ട്രെയിനിൽ അപ്ലൈ ചെയ്യാൻ നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ നിങ്ങളിതാ രജിസ്റ്റർ ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഓൾറെഡി ഇപ്പോൾ നമ്മൾ ഇതിലേക്ക് എലിജിബിൾ അല്ലെങ്കിലും, കാരണം വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണിത്. അതായത് നമുക്ക് എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ക്വാളിഫിക്കേഷനോ കാര്യങ്ങളൊന്നും, കാരണം 2 വർഷത്തിനുള്ളിൽ പാസ് ഔട്ട് ആയിരിക്കൊക്കെ ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ നമ്മൾ അതിന് മുൻപ് പാസ് ഔട്ട് ആയിരിക്കും ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് പറ്റില്ല, നിങ്ങളുടെ ജൂനിയറോ ഒക്കെ പഠിക്കുന്നവരുണ്ടായിരിക്കും, അവരിലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ രജിസ്റ്റർ ചെയ്യുക എന്നുള്ള ബ്ലൂ ബട്ടൺ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യാൻ നിങ്ങൾക്ക് അതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇതിൽ രജിസ്റ്റർ ചെയ്യാനുള്ള പേജ് ഓപ്പൺ ആയി വരും. ഇതിൽ നമ്മൾ ഏത് പോസ്റ്റിനാണ് അപ്ലൈ ചെയ്യുന്നത് ഒക്കെ നമ്മളങ്ങനെ സെലക്ട് ചെയ്ത് അങ്ങനെ രജിസ്റ്റർ ചെയ്ത് പോയാൽ മതി. സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഓൺലൈനായിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇത് അവിടെ നമ്മുടെ കോൺടാക്റ്റ് എല്ലാ വീഡിയോയുടെയും താഴെ നമ്പർ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഇവിടെ എന്ത് ചെയ്യുക, ലിങ്ക് ഉണ്ട്, വാട്സപ്പ് ലിങ്കിൽ കണക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു. ഇനി നമ്മൾ മൂന്നാമത്തെ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് എക്സ്പീരിയൻസ് വേണം കേട്ടോ. എന്നാലും ജസ്റ്റ് ഒന്ന് കാണിക്കുക. ഞാനിവിടെ മൂന്നാമത്തെ നമുക്ക് സീനിയർ മാനേജർ 15 വർഷത്തെ എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട്. അത് നമുക്ക് ഈ പറയുന്ന നൗക്കരി കൂടിയാണ് കേട്ടോ. അതിൻ്റെ ഡയറക്റ്റ് അപ്ലിക്കേഷനൊക്കെ വരുന്നത്. താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെയല്ലേ അപ്ലൈ നിങ്ങൾക്ക് കൂടെ കാണാൻ പറ്റും. എക്സ്പീരിയൻസ് മിനിമം 15 വർഷം വേണം കേട്ടോ. അപ്പോൾ അത് ഞാൻ അവിടെ സ്കിപ്പ് ചെയ്യുകയാണ്. മറ്റേത് നമുക്ക് ഡേറ്റ് ആയി, ഇന്നാണ് ഇപ്പോൾ അതിൻ്റെ ഡേറ്റ്. ഇപ്പം നിങ്ങൾക്കത് യൂസ് ആവും തോന്നുന്നില്ല, MCOM BCOM ഒക്കെ ആണ് അതിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ്. നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് ചെയ്യാം, നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ. ഇല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാം. അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോസൊക്കെ നമ്മൾ ചെയ്യണോ ചെയ്യേണ്ടതെന്നൊക്കെ നിങ്ങളൊന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക കേട്ടോ. കാരണം എനിക്ക് ഒരുപാട് വീഡിയോ ചെയ്യാൻ ഉണ്ട്, പക്ഷെ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഏത് ചെയ്യേണ്ടതെന്നുള്ള കൺഫ്യൂഷനും ഉണ്ട് കാര്യത്തിൽ. അപ്പോൾ നിങ്ങൾ കമൻറ്റും കാര്യങ്ങളൊക്കെ ഇടുമ്പോൾ എനിക്ക് അതിനനുസരിച്ച് ചെയ്യാൻ പറ്റും. കാരണം ഈവൻ കുറച്ച് പേർക്കാണെങ്കിൽ അത് യൂസ് ആകട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. കാരണം ഇതെന്നൊക്കെ പറഞ്ഞാൽ ഒരു അത്യാവശ്യം നല്ല ലെവലിൽ പോസ്റ്റാണ് ഇപ്പം ഗ്രാജുവേറ്റ് എഞ്ചിനീയർ ട്രെയിൻ എന്നൊക്കെ പറയുന്നത്. പിന്നെ അത് മാത്രമല്ല ഗേറ്റൊക്കെ എഴുതാതിരിക്കുന്നവരൊക്കെ ഉണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ ഒന്ന് താല്പര്യം, ആ ഗേറ്റിനോടൊക്കെ ഒരു താല്പര്യം ഉണ്ടായിക്കോട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ടും ഗേറ്റ് അടിസ്ഥാനത്തിലൊക്കെ ഒരുപാട് റിക്വയർമെൻറ്റ് വരുന്നുണ്ട് കേട്ടോ. കുറേയൊക്കെ നമ്മൾ സ്കിപ്പ് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾ ഗേറ്റ് എക്സാം ഒക്കെ എഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള ബെനിഫിറ്റ്സ് അങ്ങനെയുണ്ട് കേട്ടോ. കറക്റ്റ് ഡയറക്റ്റ് റിക്വയർമെൻറ്റ് ഉണ്ട്, എക്സാം നടക്കാതെ ഗേറ്റ് സ്കോർ അടിസ്ഥാനത്തിൽ കേട്ടോ. അപ്പോൾ ഇത്രയാണ്. യൂസ്ഫുൾ ആണെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കണ്ട. താങ്ക് യു.